എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ മില്ലറ്റ്സ് കൊണ്ട് ഇഡ്ഡലി ദോശയാണ് ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി റാഗി മുളപ്പിച്ച് ഉണങ്ങിയെടുത്ത് വെച്ചിരിക്കുന്നതാണ്. മുളപ്പിച്ച റാഗിക്ക് 10 ഇരട്ടി ഗുണമുണ്ട്. കപ്പിൻ്റെ കപ്പ് കൊണ്ടാണ് ഞാൻ എല്ലാം മെഷർ ചെയ്യുന്നത്. ധാരാളം ഫൈബറും കാൽസ്യം വൈറ്റമിനും ഒക്കെ ഉള്ളതാണ് റാഗിയിൽ. 1 കപ്പ് റാഗി, 1 കപ്പ് ചാമ ലിറ്റിൽ മില്ലറ്റ്സ്, 1 കപ്പ് വരകരി. ഫൈബറൊക്കെ ധാരാളം കൂടുതലായിട്ടുണ്ട് വരകിൽ. ചാമ ഷുഗർ കുറയ്ക്കുന്നതിനും കൊളസ്ട്രോൾ കുറയ്ക്കുന്നതിനൊക്കെ നല്ലതാണ്. ഇനി 2 കപ്പ് ഉഴുന്ന്, 1 ടീസ്പൂൺ ഉലുവ. ഇതെല്ലാം കൂടെ ഒന്ന് 3-4 പ്രാവശ്യം നന്നായി കഴുകി വെള്ളം ഊറ്റിക്കളഞ്ഞ് നമുക്ക് നല്ല വെള്ളം ഒഴിച്ച് ഒരു 6 മണിക്കൂറെങ്കിലും കുതിർത്തിയെടുക്കണം. രാവിലെയാണ് ഞാനിത് വെള്ളത്തിലിടുന്നത്, വൈകിട്ട് അരച്ചെടുക്കാനുള്ളതാണ്. നല്ല വെള്ളം ഒഴിച്ചൊന്ന് മൂടി വയ്ക്കാം. ഇതേ വെള്ളം തന്നെയാണ് നമ്മൾ അരയ്ക്കാനെടുക്കുന്നത്. 6 മണിക്കൂർ കഴിഞ്ഞു. എന്തായെന്ന് നോക്കാം. നന്നായി കുതിർന്നു വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഇതേ വെള്ളം തന്നെയാണ് ഞാൻ ഒഴിച്ച് അരയ്ക്കുന്നത്. എല്ലാം കൂടെ അരച്ചൊരു പാത്രത്തിലേക്ക് മാറ്റാം. സാധാരണ ഇഡ്ഡലിയൊക്കെ അരയ്ക്കുന്നത് പോലെ തന്നെയാണ്. ഇതുപോലെ എല്ലാം അരച്ചെടുക്കാം. 8 മണിക്കൂർ പുളിച്ച് വരാനായിട്ട് ഒന്ന് മൂടി വയ്ക്കാം. നേരം വെളുത്തു. എന്തായെന്ന് നോക്കാം. മാവൊക്കെ നന്നായി പുളിച്ച് പൊങ്ങി വന്നിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇപ്പോഴാണ് ഉപ്പ് ചേർക്കുന്നത്, ഇതിനു മുമ്പ് ചേർത്തിട്ടില്ലായിരുന്നു. മില്ലറ്റ്സ് എല്ലാം ഷുഗർ, കൊളസ്ട്രോൾ, BP കുറയ്ക്കുന്നതിനും വെയിറ്റ് ലോസിന് വളരെ നല്ലതാണ്. അതുകൊണ്ടാണ് 1 നേരമെങ്കിലും മില്ലറ്റ്സ് കഴിക്കാൻ ഡോക്ടേഴ്സ് പറയുന്നത്. ഈ സാധാരണ ഇഡ്ഡലി പോലെ തന്നെ ഇഡ്ഡലി തട്ടിലിത്തിരി ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ട് ഇഡ്ഡലി മാവ് കോരി ഒഴിച്ച് നമുക്ക് ഇഡ്ഡലി പാത്രത്തിലേക്ക് വയ്ക്കാം. 10 മിനിറ്റ് സ്റ്റീം ചെയ്ത് കഴിയുമ്പോൾ ഇഡ്ഡലി റെഡിയാവും. അവിടെ ഇരിക്കട്ടെ. ഈ സമയം കൊണ്ട് നമുക്ക് ദോശയും ഇതേ മാവ് കൊണ്ട് തന്നെ ദോശക്കല്ലിലും കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ട് പരത്തി കൊടുക്കാം. കുട്ടികൾക്ക് കൊടുക്കാനാണെങ്കിൽ 1 ടീസ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ്. ദോശയും മറിച്ചിട്ട് ബാക്കി ദോശ ഇതുപോലെ തന്നെ ചുട്ടെടുക്കാം. മില്ലറ്റ്സ് കൊണ്ട് പല വിഭവങ്ങളും ഉണ്ടാക്കാം. ഇഡ്ഡലി എന്തായെന്ന് നോക്കാം. 10 മിനിറ്റ് കഴിഞ്ഞു. ഇഡ്ഡലി എല്ലാം വെന്ത് വന്നിട്ടുണ്ട്. സ്റ്റൗ ഓഫ് ചെയ്യാം. ചൂടാറുമ്പോഴേക്കും നമുക്ക് 1 സവാള, 1 തക്കാളി, 2-3 വറ്റൽമുളകും കൂടെ വഴറ്റിയതിന് ശേഷം ഒന്ന് അരച്ച് ഒരു ബൗളിലേക്ക് മാറ്റാം. കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം. നല്ലൊരു ചട്നിയായിട്ട് എടുക്കാം. അവിടെ ഇരിക്കട്ടെ. ഇനി വേറൊരു ചട്നി കൂടെ ഉണ്ടാക്കാം. 2 പച്ചമുളക് പറിച്ച്, 1 മുറി തേങ്ങയും, 5 ചുമന്നുള്ളി അരിയും, കുറച്ച് കറിവേപ്പിലയും, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് തേങ്ങ ചട്നി കൂടി അരച്ചെടുക്കാം. എൻ്റെ വീഡിയോ പുതുതായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. തൊട്ടടുത്ത ബെല്ലൈക്കണും ഓളും പ്രസ് ചെയ്താൽ ഞാനിടുന്ന എല്ലാ റെസിപ്പിയും നിങ്ങൾക്ക് ഇനിമേഷൻ കിട്ടുന്നതായിരിക്കും. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തൊന്ന് അരച്ചെടുക്കാം. ഇഡ്ഡലിയുടെ ചൂടാറി വേറൊരു ബൗളിലേക്ക് കുത്തിയിടാം. പല ടൈപ്പ് മില്ലറ്റ്സ് ഉണ്ട്. എൻ്റെ കയ്യിലിപ്പോൾ ഈ 3 ടൈപ്പ് മില്ലറ്റ്സ് ഉള്ളൂ. അതാണ് ഇഡ്ഡലിയും ദോശയും ഉണ്ടാക്കുന്നത്. കണ്ടോ, നല്ല സോഫ്റ്റായിട്ടുള്ള ഇഡ്ഡലിയൊക്കെ. ഹെൽത്തിയും ടേസ്റ്റിയുമായ ഇഡ്ഡലിയും ദോശയും തേങ്ങാ ചട്നിയും തക്കാളി ചട്നിയും സാമ്പാറും എല്ലാം റെഡിയായി. നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തിട്ട് കമൻറ്റുകളൊക്കെ അറിയിക്കുക. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.